നമസ്കാരം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു ട്രെയിൻ യാത്ര നടത്താത്തവർ വളരെ ചുരുക്കമായിരിക്കും. ആ സമയത്ത് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകുമോ, ഈ ട്രെയിനിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്ന വൈദ്യുതി അത് എവിടെ നിന്ന് വരുന്നു? ഇപ്പോൾ നമ്മുടെ നാട്ടിലടക്കം വലിയ വൈദ്യുതി പ്രതിസന്ധി നേരിടുമ്പോൾ ട്രെയിൻ ഗതാഗതം വളരെ സുഗമമായി നടക്കുന്നു. ഇത്രയും വലിയ വലിയ ഭാരം അല്ലെങ്കിൽ ഇത്രയും ഭീമാകാരമായ ഈ ട്രെയിനിനെ മുന്നോട്ട് നയിക്കാൻ വലിയ തോതിൽ വൈദ്യുതി ആവശ്യമായി വരുന്നില്ലേ? അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യൻ റെയിൽവേക്ക് എന്തുമാത്രം വൈദ്യുതിയാണ് ഈ ഇനത്തിൽ ചെലവാകുന്നത്? അപ്പോൾ ഇതുമൂലം ഉണ്ടാകാൻ സാധ്യതയുള്ള വെല്ലുവിളികളെ ഇന്ത്യൻ റെയിൽവേ എങ്ങനെ നേരിടുന്നു എന്നതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകുമോ? അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കടക്കാം. അതിൽ ഇന്ത്യൻ റെയിൽവേ അതിൻ്റെ ട്രെയിൻ സർവീസുകൾ സുഗമമായി നടത്തുന്നതിന് വേണ്ടിയിട്ട് പ്രതിമാസം ഏകദേശം 3 ബില്യൺ, കൃത്യം പറഞ്ഞാൽ 2957 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കണക്കായിട്ട് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഈ വൈദ്യുതി ഉപയോഗം രാജ്യത്തെ മൊത്തം വൈദ്യുതി ഉപഭോഗത്തിൻ്റെ ഏകദേശം 2% വരും എന്നുള്ള കണക്ക് കൂടി പറയുക. ഇനി ഒരു വർഷത്തെ കണക്കെടുത്താൽ ഏകദേശം 20 മുതൽ 35 ബില്യൺ കിലോ വാട്ട് വൈദ്യുതിയാണ് റെയിൽവേ അവരുടെ ഗതാഗത സംവിധാനങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കി വെക്കണം. ഈ റെയിൽവേ ഉപയോഗിക്കുന്ന വൈദ്യുതിയെ 2 രീതിയിൽ തരംതിരിക്കും. അതൊന്ന് ട്രാക്ഷൻ ഊർജവും, 2 നോൺ ട്രാക്ഷൻ ഊർജവും. അപ്പോൾ ഈ ട്രാക്ഷൻ ഊർജം അതായത് റെയിൽവേയുടെ എൻജിൻ അത് ഓടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഊർജത്തെയാണ് ട്രാക്ഷൻ ഊർജം എന്ന് പറയുക. റെയിൽവേ ഉപയോഗിക്കുന്ന ഊർജത്തിൻ്റെ 85% ഇതിനു വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ ട്രെയിനുകളുടെ എൻജിൻ പ്രവർത്തിപ്പിക്കുന്നതിനും അവ ഓടിക്കുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ട്രാക്ഷൻ ഊർജം എന്ന് പറയുന്നത്. നോൺ ട്രാക്ഷൻ ഊർജം എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷനുകൾ, അതിൻ്റെ ഓഫീസുകൾ, വർക്ക്ഷോപ്പുകൾ, ക്വാർട്ടേഴ്സുകൾ എന്നിവയുടെ ലൈറ്റുകൾ, ഫാനുകൾ അടക്കമുള്ളവ പ്രവർത്തിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ്. അപ്പോൾ ട്രാക്ഷൻ ഊർജം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ട്രെയിനിൻ്റെ എൻജിനും അതിൻ്റെ കമ്പാർട്ട്മെൻറ്റുകളിലുള്ള ഉപകരണങ്ങളും പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയുള്ളതാണെങ്കിൽ, നോൺ ട്രാക്ഷൻ ഊർജം എന്ന് പറയുന്നത് റെയിൽവേയുടെ സംവിധാനങ്ങൾ, അതിൻ്റെ ഭരണപരമായ സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതുകൂടി മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മുടെ റെയിൽവേയുടെ മൊത്തം കണക്കെടുത്താൽ ഇന്ത്യൻ റെയിൽവേയുടെ ബ്രോഡ് ഗേജ് ശൃംഖലയുടെ ഏതാണ്ട് 99.6% പാതകളും പൂർണ്ണമായി വൈദ്യുതീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പാതകളിലൂടെ പൂർണ്ണമായും ഇലക്ട്രിക് ട്രെയിനുകൾ സർവീസ് നടത്താൻ സാധിക്കും. പക്ഷേ 0.4%, കൃത്യമായി പറഞ്ഞാൽ 269 കിലോമീറ്റർ വരുന്ന പ്രദേശത്ത് ഇപ്പോഴും പൂർണ്ണമായ വൈദ്യുതീകരണം സാധ്യമാക്കിയിട്ടില്ല. അപ്പോൾ അത് നമ്മളെ കൊണ്ട് സാധിക്കാത്തത് കൊണ്ടല്ല, അതിന് അവിടുത്തെ ചില പ്രാദേശികമായ ചില പ്രശ്നങ്ങൾ, ചിലപ്പോൾ ഈ നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ പോലെയുള്ള സ്ഥലത്ത് മലയിടുക്കുകൾ അല്ലെങ്കിൽ പ്രകൃത്യാലുള്ള പ്രതിബന്ധങ്ങൾ, പിന്നെ വനമേഖലയിലൂടെയുള്ള ചില റെയിൽ ലൈനുകൾ, അവിടെ വനം വകുപ്പിൻ്റെ അടക്കം അല്ലെങ്കിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ വന്യജീവികളുടെ ജീവൻ്റെ സുരക്ഷയെ കരുതിക്കൊണ്ട് അവിടെ റെയിൽവേക്ക് വൈദ്യുതീകരണം സാധ്യമാകില്ല. അങ്ങനെയുള്ള 296 കിലോമീറ്റർ പ്രദേശത്ത് മാത്രമാണ് ഇപ്പോൾ വൈദ്യുതീകരണം സാധ്യമാകാതെ അവശേഷിക്കുന്നത്. അപ്പോൾ ട്രെയിൻ ഓടിക്കുന്നതിനുള്ള ട്രാക്ഷൻ വൈദ്യുതിക്ക് വേണ്ടി മാത്രം റെയിൽവേ ഏതാണ്ട് ഒരു വർഷം 10,000 കോടിയിലധികം രൂപ ചെലവഴിക്കുന്നതായിട്ടാണ് കണക്ക്. ഇപ്പോൾ ഒരു പാസഞ്ചർ ട്രെയിൻ അല്ലെങ്കിൽ എക്സ്പ്രസ് ട്രെയിനുകൾക്ക് വേണ്ടി മാത്രം 1 കിലോമീറ്റർ സഞ്ചരിക്കാൻ റെയിൽവേക്ക് 15 മുതൽ 20 യൂണിറ്റ് വരെ വൈദ്യുതി ആവശ്യമാണ്. ഇനി അതിലുള്ള സാമഗ്രികളുണ്ടല്ലോ, കോച്ചുകളിലുള്ള AC കോച്ചുകളാണെങ്കിൽ അത് പ്രവർത്തിക്കാനായിട്ട് മണിക്കൂറിൽ 210 യൂണിറ്റ് വരെ വൈദ്യുതി വേണം എന്നുള്ള കണക്ക് കൂടി വരുന്നുണ്ട്. ഇപ്പോൾ സ്ലീപ്പർ ജനറൽ കോച്ചുകൾ ഇവയ്ക്ക് മണിക്കൂറിൽ ഏകദേശം 120 യൂണിറ്റ് വരെ വൈദ്യുതി ആവശ്യമായി വരുന്നുണ്ട്. ഇന്ത്യൻ റെയിൽവേ പ്രധാനമായിട്ടും 3 സ്രോതസ്സുകളിൽ നിന്നാണ് ട്രെയിൻ സർവീസുകൾക്ക് വേണ്ടിയിട്ട് വൈദ്യുതി വാങ്ങുന്നത്. പഴയ കാലങ്ങളിൽ നമ്മുടെ KSEB പോലെയുള്ള സംസ്ഥാനതല വൈദ്യുതി ബോർഡുകളിൽ നിന്ന് വാങ്ങുന്നുവെങ്കിൽ ഇപ്പോൾ ചെലവ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നേരിട്ട് വൈദ്യുതി ഉൽപ്പാദകരിൽ നിന്നാണ് വൈദ്യുതി വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ റെയിൽവേ തങ്ങളുടെ വൈദ്യുതി ആവശ്യത്തിൻ്റെ വലിയൊരു പങ്ക് ഇപ്പോൾ നിർവഹിക്കുന്നത് ഓപ്പൺ ആക്സസ് എന്ന സംവിധാനം വഴിയാണ്. അപ്പോൾ ഇതുവഴി സംസ്ഥാന വൈദ്യുതി ബോർഡുകളെ ഒഴിവാക്കി രാജ്യത്തെ പ്രമുഖ വൈദ്യുതി ഉൽപ്പാദന കമ്പനികളിൽ നിന്നും പവർ എക്സ്ചേഞ്ചുകളിൽ നിന്നും കുറഞ്ഞ നിരക്കിൽ നേരിട്ട് വൈദ്യുതി വാങ്ങിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ റെയിൽവേക്ക് വൈദ്യുതി കൊടുക്കുന്ന പ്രധാന സംവിധാനങ്ങൾ, ഒന്ന് NTPC, നമ്മുടെ താപവൈദ്യുത നിലയങ്ങൾ, മറ്റൊന്ന്
ഭാരതീയ റെയിൽ ബിജ്ലി കമ്പനി എന്നീ 2 കമ്പനികളിൽ നിന്നാണ് പ്രധാനമായും വൈദ്യുതി വാങ്ങുന്നത്. കൂടാതെ പവർ ഗ്രിഡുകളുണ്ട്. കേന്ദ്ര സംസ്ഥാന ട്രാൻസ്മിഷൻ ലൈനുകളിലൂടെയാണ് ഈ വൈദ്യുതി റെയിൽവേയുടെ ട്രാക്ഷൻ സബ്സ്റ്റേഷനുകളിൽ എത്തുന്നത്. പിന്നീടുള്ളത് ഓപ്പൺ ആക്സസ് സൗകര്യം പൂർണ്ണമായി ലഭിക്കാത്ത സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ചെറിയ റെയിൽവേ സ്റ്റേഷനുകളിലെല്ലാം തന്നെ അതാത് സ്ഥലങ്ങളിലെ, ഇപ്പോൾ കേരളമാണെങ്കിൽ KSEB അതേപോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചും വൈദ്യുതി വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു നേരത്തെ കണ്ട് ശീലിച്ച ഒരു മാർഗങ്ങളാണ്. ഇനി പൂർണ്ണമായും ഹരിത ഊർജത്തിലേക്ക് മാറുന്നതിൻ്റെ ഭാഗമായിട്ട് റെയിൽവേ വലിയ തോതിൽ സ്വന്തമായി സൗരോർജ കാറ്റാടി നിലയങ്ങളും ഇപ്പോൾ സ്ഥാപിച്ച് വരുന്നുണ്ട്. പിന്നെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സമ്പൂർണ്ണ വൈദ്യുതീകരണമൊക്കെ നടപ്പിലാക്കിയെങ്കിലും അത് പൂർണ്ണമായി ഹരിത ഊർജം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം NTPCയുടെ നിലയങ്ങൾ ഏറെയും താപവൈദ്യുത നിലയങ്ങളാണ്. അവിടെ കൽക്കരിയാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള വൈദ്യുതിയെ നമുക്ക് ഹരിത ഊർജ്ജമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അപ്പോൾ പൂർണ്ണമായും ഹരിത ഊർജ്ജത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്വന്തമായി സൗരോർജ്ജ പ്ലാന്റുകളും കാറ്റാടി നിലയങ്ങളുമൊക്കെ ഇപ്പോൾ സ്ഥാപിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഈ ഡീസൽ എഞ്ചിനുകളും ഇലക്ട്രിക് എഞ്ചിനുകളും തമ്മിലുള്ളൊരു വ്യത്യാസത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. കാരണം ഈ ഡീസൽ എഞ്ചിനുകൾ ഒരു കാലത്ത് റെയിൽപാളങ്ങൾ അടക്കി വാണിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിൻ്റെ എണ്ണം വളരെ കുറവാണ്. ഇപ്പോൾ ഡീസൽ എഞ്ചിനുകളെ അപേക്ഷിച്ച് ഇലക്ട്രിക് എഞ്ചിനുകൾ തിരഞ്ഞെടുക്കാനായിട്ടുള്ള കാരണം അത് തീർച്ചയായിട്ടും അത് പരിസ്ഥിതി സൗഹൃദമാണ്, പിന്നെ വളരെ കുറഞ്ഞ ചിലവും ആണ് എന്നുള്ളതാണ്. പ്രതിവർഷം ഏകദേശം 6000 കോടി രൂപയുടെ ഇന്ധനമാണ് ഈ ഡീസൽ എഞ്ചിൻ ഒഴിവാക്കി ഇലക്ട്രിക് ട്രെയിനുകൾ ഓടുന്നതിലൂടെ റെയിൽവേ ഉണ്ടാക്കിയെടുക്കുന്നത്. 2015-16 കാലഘട്ടങ്ങളിൽ പ്രതിവർഷം 293 കോടി ലിറ്റർ ഡീസൽ ഉപയോഗിച്ചിരുന്ന സ്ഥാനത്ത് നിലവിലത് വെറും 108 കോടി ലിറ്റർ ആയിട്ട് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം 185 കോടി ലിറ്ററിൻ്റെ കുറവ്. അപ്പോൾ ഇങ്ങനെ ഡീസൽ ഉപഭോഗം കുറയുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ ഡീസൽ ഇറക്കുമതി അതിൻ്റെ അളവ് ഗണ്യമായി കുറയും. അങ്ങനെ വൻതോതിൽ വിദേശ നാണയം ലാഭിക്കാനായിട്ട് നമ്മുടെ രാജ്യത്തിനും ഈ ഒരു നീക്കത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡീസൽ എഞ്ചിനുകളെ അപേക്ഷിച്ച് ഇലക്ട്രിക് എഞ്ചിനുകളുടെ ഒരു ഗുണം അതിന് വേഗത കൂടുതലാണ്, ഭാരം വഹിക്കാനുള്ള ശേഷിയും കൂടുതലാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഏതായാലും 2030 പൂർണ്ണമായും നെറ്റ് സീറോ കാർബൺ എമിഷൻ എന്നുള്ള ഒരു ദൗത്യം ഇപ്പോൾ റെയിൽവേ ഏറ്റെടുത്തിരിക്കുന്നു. കാർബൺ ബഹിർഗമനം പൂർണ്ണമായി ഒഴിവാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇതുവരെ 1161 മെഗാവാട്ടിലധികം ശേഷിയുള്ള സോളാർ പ്ലാന്റുകൾ റെയിൽവേ സ്ഥാപിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും റെയിൽവേ സ്റ്റേഷനുകളുടെ റൂഫ് ടോപ്പുകൾ സോളാർ പാനലുകൾ നിരത്തിയാണ് ഈ രീതിയിൽ സ്ഥാപിച്ചിട്ടുള്ളത്. കൂടാതെ റെയിൽവേയുടെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ സൗരോർജ പാടങ്ങളാക്കി മാറ്റാനും റെയിൽവേ പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഏകദേശം 103 മെഗാവാട്ടിലധികം ശേഷിയുള്ള കാറ്റാടി യന്ത്രങ്ങൾ അത് തമിഴ്നാട്ടിലും രാജസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിലും റെയിൽവേ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ട്രെയിനുകൾക്ക് ആവശ്യമായ വൈദ്യുതി തടസ്സമില്ലാതെ ലഭ്യമാക്കാൻ സോളാർ, വിൻഡ് സ്റ്റോറേജ് സംവിധാനങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ട് 1500 മെഗാവാട്ടിൻ്റെ പ്രത്യേക ഹരിത ഊർജ കരാറുകളിലും റെയിൽവേ ഏർപ്പെട്ടിട്ടുണ്ട്. ഇലക്ട്രിക് ലൈനുകൾ ഇല്ലാത്ത ടൂറിസ്റ്റ് അല്ലെങ്കിൽ ഹെറിറ്റേജ് റൂട്ടുകൾ, ഞാൻ നേരത്തെ പറഞ്ഞു ചില ഏതാണ്ട് 296 കിലോമീറ്റർ വരുന്ന പ്രദേശത്ത് വൈദ്യുതീകരണം ഇപ്പോഴും നടന്നിട്ടില്ല. അത് ഏറിയ പങ്കും ഹെറിറ്റേജ് റൂട്ടുകളാണ്, പഴയ പുരാതനമായ റൂട്ടുകളാണ്. അവിടെ ഇപ്പോൾ ഹൈഡ്രജൻ ട്രെയിൻ ആണ് നമ്മൾ പരീക്ഷിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഹരിയാനയിലെ ജിന്ദ് സോനിപത് പാതയിൽ ഹൈഡ്രജൻ ട്രെയിൻ ഇപ്പോൾ വിജയകരമായി സർവീസ് ആരംഭിച്ചിട്ടുമുണ്ട്. മറ്റൊരു സംവിധാനം ഇപ്പോൾ റെയിൽവേ തുടങ്ങിയിരിക്കുന്നത് റീജനറേറ്റീവ് ബ്രേക്കിംഗ് സംവിധാനമാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ പുതിയ അത്യന്താധുനിക ഇലക്ട്രിക് എഞ്ചിനുകളിൽ ട്രെയിൻ ബ്രേക്ക് ചെയ്യുമ്പോൾ വൈദ്യുതി തിരികെ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് ഗ്രിഡിലേക്ക് നൽകുകയും ചെയ്യുന്നു. അപ്പോൾ ഇതുവഴി 15% ഊർജ്ജം ലാഭിക്കാനുമായിട്ടും റെയിൽവേക്ക് പദ്ധതിയുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, നമ്മുടെ രാജ്യത്ത് ആയിരക്കണക്കിന് ട്രെയിനുകളാണ് ഒരു ദിവസം സർവീസ് നടത്തുന്നത്. അതുവഴി ലക്ഷക്കണക്കിന് ആൾക്കാർ പലയിടങ്ങളിലേക്കും പോകുന്നു. ടൺ കണക്കിന് സാധന സാമഗ്രികൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നീക്കം ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം ഏറിയ പങ്കും നടക്കുന്നത് വൈദ്യുത ഊർജ്ജത്തിലാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. പക്ഷേ ഈ വൈദ്യുത ഊർജ്ജം നമുക്ക് റെയിൽവേക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനും വലിയ പരിമിതികളുണ്ട്. ഈ വൈദ്യുതോർജ്ജം പൂർണ്ണമായി ഹരിത വൈദ്യുതി ആയി കിട്ടേണ്ടതും ആവശ്യമാണ്. ആ ഒരു നടപടികളിലേക്ക് റെയിൽവേ വലിയ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ കേന്ദ്ര സർക്കാരും ഈ പദ്ധതികൾക്ക് വേണ്ടി നിർണായക വഴികാട്ടുകയും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധ പ്രോത്സാഹനങ്ങളും സഹായങ്ങളും നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ
റെയിൽവേ ഈ വഴിയിൽ വൈദ്യുതി നിർമ്മിക്കുന്നതിനോടൊപ്പം തന്നെ റെയിൽവേയിൽ ഉണ്ടാകുന്ന പുതിയ കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ പുതിയ പരിഷ്കാരങ്ങൾ അത് സംബന്ധിച്ചും വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ നൽകാൻ സാധിക്കും.